ഭരണത്തിലെ മൂന്നാം ഊഴം സ്വപ്നം കണ്ട സൈബർ യുദ്ധത്തിനിറങ്ങിയ CPIM ടീമിൽ ഭിന്നത രൂക്ഷമാകുന്നു. സൈബർ ടീമിന്റെ തലവനായ MV നികേഷ് കുമാറിനോട് അതൃപ്തി രേഖപ്പെടുത്തി മുതിർന്ന മാധ്യമപ്രവർത്തകർ കളം വിട്ടു എന്നാണ് വാർത്തകൾ. പാർട്ടി മുഖപത്രം ദേശാഭിമാനിയുടെ മുൻ ന്യൂസ് എഡിറ്റർമാരാണ് ടീമിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവന്നത്. നികേഷ് കുമാർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് നികേഷ് കുമാറിന് സംരക്ഷണം ഒരുക്കുന്നതെന്നും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിനിടെ ആഗോള അയ്യപ്പ സംഗമം, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങി പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാകുന്ന വിഷയങ്ങളിൽ ഒന്നും പ്രതിരോധം തീർക്കാൻ സൈബർ ടീമിനാകുന്നില്ലെന്ന വിമർശനം പാർട്ടിക്കകത്തും ശക്തമാണ്. പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്തകളും ഇതിനിടെ പുറത്തുവന്നു. വിട്ടുനിൽക്കുന്നുവെന്ന തരത്തിൽ വന്ന വാർത്തകൾ തള്ളി സൈബർ ടീമിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ചിലർ തന്നെ മുന്നോട്ടും വന്നിട്ടുണ്ട്. ഭരണ തുടർച്ച ലക്ഷ്യമിട്ട സൈബർ പോരാട്ടത്തിന് ഇറങ്ങിയ കടന്നലുകൾ തമ്മിലടിക്കുകയാണോ? കാണാം RDX റാപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കെയാണ് CPIMന്റെ നവമാധ്യമ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന ടീമിലെ തർക്കം. ദേശാഭിമാനി മുൻ ന്യൂസ് എഡിറ്റർമാരായ KV സുധാകരൻ, K മോഹൻദാസ്, ES സുഭാഷ് എന്നിവർ അതൃപ്തി പ്രകടിപ്പിച്ച് വിട്ടുനിൽക്കുന്നു. നികേഷ് കുമാർ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നില്ല എന്നിവയാണ് പ്രധാന വിമർശനം. CPIMന്റെ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നികേഷിനെ സംരക്ഷിക്കുകയാണെന്നും സഹപ്രവർത്തകർക്ക് പരാതിയുണ്ട്. പാർട്ടി ഇടപെട്ട് തിരുത്തുന്നതുവരെ സൈബർ ടീമിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനം. സൈബർ ഇടത്ത് CPIMന്റെ പ്രചാരണം പാളുന്നുവെന്നാണ് പാർട്ടിയിലെയും പൊതു അഭിപ്രായം. നവമാധ്യമ ഇടപെടൽ കാര്യക്ഷമമാക്കാത്തതിൽ മുഖ്യമന്ത്രിയും അതൃപ്തിയിലാണ്. CPIM അംഗങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രചാരണം പോരെന്നാണ് മുഖ്യമന്ത്രിയുടെയും അഭിപ്രായം. UDF BJP പ്രചാരണങ്ങൾ പ്രതിരോധിക്കുന്നതിലും സർക്കാർ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും സൈബറിടത്ത് പാർട്ടിക്ക് വീഴ്ചയുണ്ടായെന്നാണ് വിമർശനം. അടുത്തിടെ നടന്ന LDF മേഖലാ ജാഥകളെപ്പറ്റി സോഷ്യൽ മീഡിയയിലെ പ്രചാരണം പാളിയെന്നും CPIM വിലയിരുത്തുന്നു. ഈ വിമർശനങ്ങൾക്കിടെയാണ് സൈബർ ടീമിന് നേതൃത്വം നൽകുന്ന നികേഷ് കുമാറിനെതിരെ തന്നെ എതിർപ്പുയർന്നിരിക്കുന്നത്. RDX റാപ്പ്, ന്യൂസ് മലയാളം. തനിഷ, എന്താ ഈ വിഷയത്തിൽ തോന്നുന്നത്? ഈ കടന്നലുകളിലെ മൂത്ത കടന്നലുകൾ ഇങ്ങനെ തമ്മിലടിച്ചു കഴിഞ്ഞാൽ ഒരു ഭരണ തുടർച്ചയ്ക്ക് അതൊരു പ്രതിസന്ധിയാകുമോ? പ്രതിസന്ധിയല്ല ആവുക, ഇവരുടെ ഊർജ്ജം ഒന്നുകൂടെ ഉയർത്താനാണ് ഇത് ഉപകരിക്കുക ഇത്തരം വാർത്തകൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വാർത്തകളെ ഞാൻ തള്ളിക്കളയുന്നില്ല കേട്ടോ. അതായത് ഞാൻ നിശ്ചയമായിട്ടും വിചാരിക്കുന്നുണ്ട് ഈ സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാകാം, അല്ലാതെ വാർത്ത അങ്ങനെ വരുമൊന്നുമില്ല. അതായത് ഇപ്പോൾ നികേഷ് കുമാറിൻ്റെ ഇടപെടലിൽ മറ്റ് ചില മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് അതൃപ്തി ഉണ്ടാകാം എന്നതൊന്നും ഒരു സങ്കല്പത്തിൽ നിന്ന് ഉണ്ടായി വരുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകും. മനുഷ്യർ കൂടിച്ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെയേറെയാണ്. ഇപ്പം നികേഷ് കുമാർ എത്രയോ കാലമായിട്ട് മാധ്യമപ്രവർത്തകനായിരുന്നു. അത് പാർട്ടി മാധ്യമങ്ങളൊന്നും ആയിരുന്നില്ല അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം ഏഷ്യാനെറ്റ് തൊട്ട് തുടങ്ങി ഇന്ത്യ വിഷൻ തൊട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജേർണലിസ്റ്റ് കരിയർ നമുക്ക് മാത്രമല്ല നാട്ടുകാർക്ക് കാണുന്ന ആൾക്കും അറിയാം. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഒരു പാർട്ടിയുടെയും ഈ സംവിധാനങ്ങൾക്കകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളല്ല. പക്ഷേ അതേസമയം പാർട്ടിയുടെ ജിഹുകളായിട്ടുള്ള ഇപ്പോൾ CPIMൻ്റെ ജിഹുകളായിട്ടുള്ള ദേശാഭിമാനി എന്ന് വെച്ചാൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ആ പാർട്ടിയോടും പാർട്ടിയുടെ ആശയങ്ങളോടും കൂടെയുള്ള വലിയ അടിയുറച്ച ഡെഡിക്കേഷൻ കൊണ്ട് അതിനകത്ത് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ദേശാഭിമാനിയിലെ ന്യൂസ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടെലിവിഷൻ ചാനലിലെ ന്യൂസ് എഡിറ്റർ പോലെയല്ല. പത്രങ്ങളിലെ ന്യൂസ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ പത്രങ്ങളിലെ ചാനലുകളിൽ വലിയ പൊസിഷനിലുള്ള പോലെ അത്രക്ക് സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളാണ്. അപ്പോൾ അവരവിടെ ന്യൂസ് എഡിറ്റേഴ്സായിട്ട് റിട്ടയർ ചെയ്ത് പോയിരിക്കുന്ന ചില ആളുകൾ അവർ കൂടെ ചേർന്നൊരു സംവിധാനമായിട്ടാണ് ഈ സൈബർ മേഖല വർക്ക് ചെയ്യുന്നതെങ്കിൽ, നമുക്കറിയില്ല പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അതിനകത്ത് മുൻകാലത്തില്ലാതിരുന്ന നികേഷ് കുമാർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാവുകയും CPIMൻ്റെ ഭാഗമാവുകയും സൈബർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് മനുഷ്യർ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ എവിടെയല്ലാത്തത് ഏത് സ്ഥാപനത്തിനകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വർത്താനമൊക്കെ ഉണ്ടാവും. ഇവിടെ വർത്താനം ഉണ്ടായിട്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളടക്കം കൊടുത്ത വാർത്ത വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അത് അവരെ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ അതിൽ തന്നെ ES സുഭാഷ് വന്നിട്ട് നിഷേധിച്ചിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ നിഷേധം സ്വാഭാവികമായിട്ടും വരും എന്ന് നമ്മൾ ആ വാർത്ത കൊടുത്തപ്പോൾ തന്നെ അടുത്തായ നിഷേധം വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വാർത്ത അവതരിപ്പിച്ച് നിർത്തിയത്. അപ്പോൾ അതുണ്ടാവും. പക്ഷേ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാകും നമ്മൾ വിചാരിക്കേണ്ട. ഇത് അവരെ മുറുക്കാനേ കൂടുതൽ ഉപകരിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു CPIMൻ്റെ സൈബർ മേഖലയിലെ ഇടപെടലുകളെ നമ്മൾ നോക്കിയാൽ കാണുന്ന കാഴ്ച എന്താ ശ്യാമലി? അതായത് 2014 തൊട്ട് BJP ആണ് ഇതൊരു ദേശീയ തലത്തിൽ ഈ സൈബർ സംഗതികളെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് എടുത്തത്. ആ സമയത്തൊന്നും കേരളത്തിൽ ഈ പറയുന്ന പരിപാടികളിലേക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല കോൺഗ്രസിനും CPIMനും ഒന്നും, ഇവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷികൾ. അപ്പോൾ അതുവരെയൊക്കെ 2014 വരെയൊക്കെ കേരളത്തിൽ BJP ഒരു പഴഞ്ചൻ പാർട്ടി എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇവിടുത്തെ നേതാക്കളും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ വോട്ട് ശതമാനം അത്രയായിരുന്നു. അവർക്ക് വലിയ ഒരു ആശയ പ്രചാരണ ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൗരവത്തിലെടുക്കുകയോ അവിടെ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടക്കേണ്ടെന്നുള്ള കാര്യം കേരളത്തിലെ ഈ ആശയ ചർച്ചകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന നേതൃത്വം വഹിക്കുന്ന CPIMകാർ ഒരിക്കലും വിചാരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷേ 2014 നരേന്ദ്രമോദി വരുമ്പോൾ
വന്നതോടുകൂടി സംഗതി മാറി മറിഞ്ഞു. ലോകത്ത് തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ സൈബർ മേഖലയിൽ സോഷ്യൽ മീഡിയയിലെ പ്രചാരണ പരിപാടികളെ ഉപയോഗിച്ചിട്ട് ആദ്യം വന്ന ഭരണാധികാരം പിടിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും ഇങ്ങനെ ശക്തമായിട്ട് ഉപയോഗിച്ചത് ഇവിടെയും കൂടിയാണ്. അമേരിക്കയിൽ ട്രംപ് ആദ്യം, പിന്നീട് ഇവിടെ കൂടിയാണ് എന്ന കാര്യം എല്ലാവരും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അതിന് ശരിയല്ലാത്ത വാർത്തകളും വ്യാജ വാർത്തകളും ഒക്കെ ഉപയോഗിക്കപ്പെടുകയും പലതരത്തിലാണ്. ഇപ്പോൾ കേരളത്തിലടക്കം ഈ മിസ്ഡ് അടക്കമുള്ള സംവിധാനങ്ങൾ അതിനുവേണ്ടിയായിരുന്നുവെന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിക്കപ്പെട്ടു എന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് 2014 കഴിഞ്ഞ് അടുത്ത ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ പോലും CPM സത്യം പറഞ്ഞാൽ ഉലകം തിരിഞ്ഞില്ല. എന്താ ചെയ്യേണ്ടതെന്ന് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താണ് അവർ ദേശാഭിമാനി വഴിയും വീടാന്തരം കയറി ഇറങ്ങിയും നാട്ടുകാരോട് വർത്തമാനം പറഞ്ഞും അവരുടെ പരമ്പരാഗത ശൈലിയിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അതിൻ്റെ ഗുണമുണ്ടായിരുന്നു, അവർക്ക് രണ്ടാം ഭരണമൊക്കെ കിട്ടിയല്ലോ. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സുഘടിതമായ വിസിബിലിറ്റി നേരത്തെയും വിസിബിലിറ്റി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ സർക്കാർ കോളേജുകളിലൊക്കെ പഠിച്ച SFIക്കാർ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പഠിക്കുന്നവന്മാരൊക്കെ രക്ഷപ്പെട്ട് വിദേശത്തും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഫുൾ ടൈം സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുന്ന നില വന്നപ്പോൾ ഇവിടെ ഇതേ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ മാധ്യമപ്രവർത്തനമൊക്കെ നടന്ന ആദ്യകാലത്ത് മാധ്യമപ്രവർത്തകരുടെ മാധ്യമ വാർത്തകളെ അതിലെ CPM വിരുദ്ധതയെ പൊളിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തിട്ട് കുറേ ആളുകൾ സജീവമായിട്ടൊക്കെ വന്നു. അത് വളരെ വലിയ സക്സസ്ഫുള്ളായിരുന്നു. അതായത് മാധ്യമപ്രവർത്തകരുടെ മനോഭാവത്തെ തന്നെയും മാറ്റുന്ന വിധത്തിൽ ഒപ്പം ആശയപ്രചാരണം നടത്തുന്നതിനൊക്കെ ഇവർക്ക് വലിയ തോതിൽ വിജയം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ മുൻകാല SFIക്കാർ, പിന്നെ ഈ വല്ലാത്ത തോതിൽ CPM ആക്രമിക്കപ്പെടുന്ന കണ്ടിട്ട് SFIക്കാരൊന്നും അല്ലാതിരുന്ന ചില പ്രൊഫഷണൽസ് എല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നിട്ട് അവർ പരസ്പരം കണക്റ്റഡായിട്ട് ഈ ബ്ലോഗിൻ്റെയും അതിനുശേഷം ഫേസ്ബുക്കും മറ്റുമൊക്കെ വന്നപ്പോൾ അതിലൂടെ ഇരുന്നിട്ട് ആളുകൾ ഒരു CPM അനുകൂല പ്രചാരണം നടത്തി. അത് CPMൻ്റെ ഔദ്യോഗിക അറിവോടുകൂടിയൊന്നും ആയിരുന്നില്ല, പക്ഷേ അവരെ പോലും അമ്പരപ്പിക്കുന്ന വിധത്തിലായിരുന്നു അത് എന്ന് എനിക്ക് പല നേതാക്കളോട് അക്കാലത്ത് സംസാരിച്ചതെന്നറിയാം. കാരണം അവരിത് നമ്മുടെ ആളുകൾ ഇവിടെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ള മട്ടിൽ അന്തം വിട്ട് കാണുമായിരുന്നു. പക്ഷേ അപ്പോഴും അതിനൊരു സുഘടിതാവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചില വാർത്തകളൊക്കെ വരുമ്പോൾ CPMൻ്റെ ഇക്കാര്യത്തിലെ നിലപാട്, ഇപ്പോൾ പലസ്തീൻ വിഷയം എപ്പോൾ വന്നാലും ഈ സൈബർ മേഖലയിലെ ആളുകൾക്ക് അറിയാം അവരുടെ നിലപാട് എന്തായിരിക്കും. അത് എങ്ങനെയൊക്കെ വന്നാലും അറിയാം. അപ്പോൾ അത് ആരെങ്കിലും പ്രത്യേകിച്ചൊന്നും പറയണ്ട, അവർ ആ നിലക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. അവരുടെ നിലപാടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, വിശദീകരണം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ചില കാര്യങ്ങളിൽ ഇതെന്ത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പത്തിലായി. ചില പോരാളി ഷാജിമാർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില ആളുകൾ വന്നു തുടങ്ങി. പിന്നെ ഈ സ്വർണ്ണക്കടത്ത് നടത്തുക എന്നൊക്കെ പറയുന്ന സ്വർണ്ണം പൊട്ടിക്കുന്ന ആളുകളൊക്കെ വന്ന് സജീവമായി തുടങ്ങി. അപ്പോൾ ഇതിലൊരു കുഴമറിച്ചിൽ വന്നു. അപ്പോൾ ആർമികൾ വന്നു. അപ്പോൾ ആർമികൾ വന്നപ്പോൾ ഇപ്പം സനീഷ് ആർമി എന്ന് പറഞ്ഞൊരു ആർമി വന്നിട്ട് ഭയങ്കരമായിട്ട് സനീഷിന് അനുകൂലമായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് മറ്റൊരാൾ എന്ന് വെച്ചാൽ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ സനീഷ് 2 ആർമി എന്ന് പറഞ്ഞിട്ട് അതേ പേരിലൊന്നുണ്ടാക്കും. എന്നിട്ട് ഇതിനെതിരായിട്ടുള്ള സാധനം ചെയ്തു തുടങ്ങും. അപ്പോൾ ഈ തന്ത്രങ്ങൾ കൂടെ വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി കുഴപ്പമാണെന്ന് കരുതിയിട്ട് ഇവർ അപ്പോഴും മുതലാണ് ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ എന്താണ് കാണുക? ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നികേഷ് കുമാറിനോട് എതിർപ്പുണ്ടോ ഇല്ലയോ, നികേഷ് കുമാർ ആണോ ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, മുൻകാലങ്ങളിലില്ലാത്ത വിധമുള്ള സോഷ്യൽ മീഡിയ വിസിബിലിറ്റി, അതിൻ്റെ സുഘടിതത്വം ഈ സൈബർ അന്തരീക്ഷത്തിൽ CPMന് ഇപ്പോഴുണ്ട്. CPM ഇപ്പോൾ പിന്നിലല്ല. അത് ഒരാൾക്ക് ചുമതല കൊടുത്തതിന് ശേഷം അയാൾ ചെയ്യുന്നതാണോ എന്ന് ആ പാർട്ടിയാണ് പറയേണ്ടത്. പക്ഷേ നമ്മുടെ കാഴ്ചയിൽ, പുറത്തു നിന്നുള്ള കാഴ്ചയിൽ MV നികേഷ് കുമാർ എന്ന സക്സസ്ഫുൾ എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ അദ്ദേഹം ഈ പ്രവർത്തനം ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞ് പോകുന്നത് വരെ നമ്പർ 1 ആയിരുന്ന, ഏറ്റവും വലിയ വിജയങ്ങളുണ്ടാക്കിയ ഈ പറയുന്ന ന്യൂസ് ചാനൽ മേഖലയെ അങ്ങോട്ട് തിരിച്ചുവിട്ട ഈ മനുഷ്യൻ അവിടെ ചെന്ന് ചുമതല ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ മാറ്റം നമ്മൾ ഫ്രെയിമിൽ കാണുന്നുണ്ട്. ഇല്ലേ? ഫ്രെയിമിൽ കണ്ട അതിൻ്റെ ചുമതല മുഴുവൻ അദ്ദേഹം ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ പാർട്ടിക്ക് ആകപ്പാടെ തിരിഞ്ഞിട്ടാണോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ എല്ലാവരും ചേർന്ന് പണിയെടുക്കുന്നതുകൊണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്താ, നമ്മൾ നിരീക്ഷകർ, ജേർണലിസ്റ്റുകൾ ഇവിടെ നിന്ന് കാര്യങ്ങൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? അവിടെ രമേശ് ചെന്നിത്തലയെയും കോൺഗ്രസിന് വിമർശിക്കാൻ വേണ്ടിയിട്ട് MV ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനൊക്കെ കനുകോലു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കനുകോലു ലക്ഷങ്ങൾ പേ ചെയ്തിട്ടാണ് കോൺഗ്രസ് ആ പരിപാടിയും പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. ലക്ഷങ്ങൾ. കനുകോലു എന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിന്ന് തിരിച്ചു വരുന്ന പേരേതാണ്? നികേഷ് എന്നാണ്, അല്ലേ? ആ മാറ്റം നമ്മൾ കണ്ടോ? അതായത് രമേശ് ചെന്നിത്തലയും VD സതീശനും നികേഷിൻ്റെ പേര് പറഞ്ഞു. MV ഗോവിന്ദൻ മാസ്റ്ററും മറ്റ് CPMകാരും കനുകോലുവിൻ്റെ പേര് പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പേര്, കനുകോലിന് തുല്യനായിട്ട് വരുന്ന പേര് MV നികേഷ് കുമാറിൻ്റെതാണ്. അതിനകത്തുള്ള വ്യത്യാസം, MV നികേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പണി വിട്ടിട്ട് CPMൻ്റെ അംഗമായിട്ട് അങ്ങ് പോയിട്ട് അവിടെ ഇരുന്ന് പണിയെടുക്കുകയാണ്. കനുകോലു ഇപ്പോൾ AICC അംഗമാണ് അദ്ദേഹം. പക്ഷേ കനുകോലുവിന് ലക്ഷങ്ങൾ പണം കൊടുത്തിട്ടാണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നതെന്ന കാര്യത്തിൽ അറിയാത്തവരായിട്ട് ആരുമില്ല. അദ്ദേഹം പ്രശാന്ത് കിഷോറിൻ്റെ സംഘത്തിലെ അംഗമായിരുന്നു. BJPയെ 2014 അധികാരത്തിലെത്തിച്ച പ്രശാന്ത് കിഷോറിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞ സംഘത്തിലെ അംഗമായിരുന്നു ഈ കനുകോലു എന്ന് ഇന്ന് മനോരമ പത്രത്തിൽ അദ്ദേഹത്തെ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ ലേഖനത്തിൽ തന്നെയും പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന പ്രശാന്ത് കിഷോറിന് വേണ്ടി എന്നുവെച്ചാൽ കോൺഗ്രസിൻ്റെ ഓപ്പോസിറ്റായി നിൽക്കുന്ന BJPക്ക് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പണിയെടുത്ത കനുകോലു, ആ സംഘത്തിലെ അംഗമായിരുന്ന കനുകോലു ഇപ്പോൾ ഇപ്പുറത്ത് വന്നിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് പണം വല്ലാത്ത ഒഴുക്കിയിട്ടാണ്, ഒരുപാട് കാശ് കൊടുത്തിട്ടാണ്.
നികേഷ് കുമാറിന് എന്തായാലും ആ പണം കിട്ടുന്നുണ്ടാവുമെന്ന് നമ്മളിപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ചിന്തിക്കാൻ പറ്റില്ല. അദ്ദേഹം ആ പാർട്ടിയുടെ നേതാവായിട്ട് നിന്നിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പിന്നെ ചില വീഡിയോകൾ കാണാം നമുക്കിപ്പം നികേഷ് കുമാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം എൻ്റെ ബോസായിരുന്ന ആളാണ് ഇന്ത്യ വിഷനിൽ. അതുകൊണ്ട് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ, അതുകൊണ്ട് ഞാനൊരല്പം അദ്ദേഹത്തോട് അനുകൂലമായിട്ട് സംസാരിക്കുന്നു എന്ന് തന്നെ വെച്ചോളൂ. പക്ഷേ കനുകോലുവിനെ നിങ്ങൾ ഒരു സ്ഥലത്തും കാണില്ല, കനുകോലുവിൻ്റെ ഒരു ഫോട്ടോ പോലും കാണില്ല. പക്ഷേ എം പി നികേഷ് കുമാർ വെള്ളയും ഉടുപ്പിട്ടിട്ട് വെയിലത്ത് വേർത്ത് കുളിച്ചിട്ട് പ്രസംഗിക്കുന്നത് ഇഷ്ടംപോലെ വീഡിയോകൾ കാണുന്നില്ലേ നമ്മൾ? അയാളൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനാണിപ്പോൾ. അതായത് ഞാൻ കാണുമ്പോൾ എം പി നികേഷ് കുമാർ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ടൈം കെട്ടിട്ട് AC മുറിക്കകത്ത് മാത്രം ഇരിക്കുന്ന ഒരാളായിരുന്നു. ആ കാലത്ത് അങ്ങനെ കാണുന്നത്, ഇപ്പോൾ ഒരുപാട് ആൾ നമ്മളെല്ലാം ഉണ്ട്, ആ കാലത്ത് അങ്ങനെ കാണുന്ന ചുരുക്കം ആളുകളിൽ ഒരാളായിരുന്നു എം പി നികേഷ് കുമാർ. അയാൾ അവിടെ നിന്ന് മാറിയിട്ട് ഈ വെയിലത്ത് പ്രസംഗിക്കുന്നതും ഈ പാലക്കാട് തെരഞ്ഞെടുപ്പൊക്കെ പോയപ്പോൾ ഇയാൾ വെയിലത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാളൊരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട്, അയാൾ CPMൻ്റെ ഒരു നേതാവും പ്രവർത്തകനായിട്ട് അയാൾ മാറി. അയാൾ ആ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ഈ അപസ്വരങ്ങൾ ഏത് മനുഷ്യർ പണിയെടുക്കുന്ന സ്ഥലത്തും ഉണ്ടാകാവുന്ന അപസ്വരങ്ങൾ മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അയാൾ അവിടെ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടല്ല ഇതൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ അത് പാർട്ടി പറയേണ്ടതാണ്. പക്ഷേ ഏതായാലും അയാൾ തെറ്റായ കാര്യങ്ങളൊന്നും അല്ല, അല്ലെങ്കിൽ അയാൾ കുഴപ്പമല്ല അവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒപ്പം നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, നികേഷ് കുമാറിന് വിസിബിലിറ്റി പണ്ടേ ഉണ്ടായിരുന്നത് കൊണ്ടും അദ്ദേഹം അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പോഴെന്നതുകൊണ്ടും ഈ സോഷ്യൽ മീഡിയ സൈബർ സംഘങ്ങളുടെ ചുമതല ഇപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് എം പി നികേഷ് കുമാർ എന്ന പേര് മേൽത്തട്ടിൽ നിൽക്കുന്നത്. നമ്മളെപ്പോഴും കാണുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും CPMൻ്റെയും എല്ലാം ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയും ഇത്തരം സംഘങ്ങൾക്കകത്ത് നിസ്വാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. സ്വാഭാവികമായിട്ടും ദേശാഭിമാനിലെ ജേർണലിസ്റ്റുകൾ അതിനകത്തുണ്ടാകും. അപ്പോൾ അവർക്കിടയിൽ എന്തോ ഒരു അസ്വാരസ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാർത്ത അങ്ങേയറ്റം ശരിയാണ്. പക്ഷെ അത് ഈ കാണുന്ന പോലെ അതുകൊണ്ട് അവർക്ക് ആകെപ്പാടെ ക്ഷീണം പറ്റുന്നല്ല. അവർ ഇത്തരം ഘട്ടങ്ങളെല്ലാം CPMകാർ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും ഉടനെ ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് വീണ്ടും ശക്തമായിട്ട് വരാറാണ് പതിവ്, അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് പതിവ്. ഇപ്പം ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, ഈ പുറത്തു നിന്നുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ പൊളിഞ്ഞോ ഇവിടെ എന്തോ ഒരു സംവിധാനം പൊളിഞ്ഞോ എന്നാണല്ലോ ആദ്യമായി നമ്മൾ ചോദിക്കുക. അപ്പോൾ സനീഷ്, ഒരു കാര്യം പൊളിയണമെങ്കിൽ എന്തോ ഒന്ന് കെട്ടിപ്പൊക്കണം, അല്ലേ? അത് കെട്ടിയിട്ട് ഒരു പൊക്കത്ത് നിൽക്കുന്ന ഒരു സാധനം മാത്രമല്ലേ പൊളിയുള്ളൂ. തറയിൽ നിൽക്കുന്ന ഒരു സാധനം പൊളിയേണ്ട കാര്യം അവിടെ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്, അതങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അതിൽ പുറത്തുനിന്ന് നോക്കുന്ന ആർക്കെങ്കിലുമൊക്കെ പൊളിഞ്ഞിട്ടാണോ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതുണ്ട്. അതിന് അനുരൂപമായ ചില ഘടകങ്ങളും ചില വാർത്തകളും ചില സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആംഗിളിൽ ഈ വിഷയത്തെ കാണുമ്പം കാണാൻ പറ്റുക. കാരണം ഇന്നലെയാണ് ഇരുണ്ട കാലം എന്ന് പറഞ്ഞിട്ട് ഈ UDF കോൺഗ്രസ് ഭരണകാലത്തെ അപജയങ്ങൾ ചൂണ്ടിക്കാട്ടുക എന്ന പേരിൽ LDFൻ്റെ ഒരു വെബ്സൈറ്റൊക്കെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരു രാത്രി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേനാണ് ഇടത് വിങ്ങിൽ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി എന്ന നിലയ്ക്ക് ഒരു വാർത്ത. എല്ലായിടത്തും ഒരേ സെൻറ്റൻസുകളാണ്, പൊട്ടിത്തെറി എന്നുള്ളൊരു വാർത്ത, അല്ലെങ്കിൽ ഇത് പൊളിയുന്നു എന്നുള്ളൊരു വാർത്ത, അതൃപ്തി. സനീഷ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഒരു സിസ്റ്റത്തിൽ നിന്ന് കുറേ ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായും ചില കലഹങ്ങളുണ്ടാവും. എങ്കിലും ഞാൻ ഈ പറയുന്നത് പോലെ ഇരുണ്ട കാലത്തിൽ മകനെ മടങ്ങി വരല്ലേ എന്ന് പറഞ്ഞിട്ട് ചില വിഷയങ്ങൾ കാര്യമായി അവർ അവതരിപ്പിക്കുന്നു. ഇവരുടെ ചില വ്യക്തിയധിഷ്ഠിതമായി തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് പോവുക. ഞാൻ ആലോചിക്കുമ്പോൾ ഒരു 2014 കാര്യം സനീഷ് പറയുന്നു, 2016 അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുന്നു, ഈ സോഷ്യൽ മീഡിയ CPM ഉപയോഗിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നു. അപ്പോഴും ഈ പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. 2011 മുതലൊക്കെ തുടങ്ങി. അവരെ നമ്മൾ സൈബർ കടന്നലുകൾ എന്ന് ഹോമന പേരിട്ട് വിളിക്കുന്നുണ്ട്. അവർക്ക് എന്തും എഴുതാം. പക്ഷേ അപ്പോഴും അവർ സൈദ്ധാന്തികപരവും വിഷയാധിഷ്ഠിതവുമൊക്കെയായി കാര്യങ്ങൾ അവതരിപ്പിച്ച് ആളുകളിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ ഘട്ടത്തിലാണ് 2 തുടർഭരണമൊക്കെ വരുന്നത്. 2 തുടർഭരണം വരുമ്പോൾ സ്വാഭാവികമായും അത്രയധികം വികസനങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് ഇടതുപക്ഷ വിശ്വാസികൾ. സ്വാഭാവികമായും എതിർപക്ഷത്തുള്ളവർക്ക് വിരുദ്ധാഭിപ്രായങ്ങളുണ്ടാവും. അപ്പോഴും അത് ജനങ്ങൾ കാണുകയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഈ സംവിധാനത്തെപ്പറ്റി എന്തെങ്കിലും പറയേണ്ടതുണ്ടോ പ്രത്യേകിച്ച് എന്ന നിലക്ക് ഈ ഘട്ടത്തിൽ ചില സൈബർ ഇടപെടലുകൾ മറന്നുപോവുകയോ നിർത്തിവെക്കുകയോ ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കാണാതെ പോകാൻ കഴിയില്ല. ആ ഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ UDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയ കുറെ കൂടെ നന്നായി. കാരണം സമരം നടത്താൻ പ്രത്യേകിച്ച് വലിയ സാഹചര്യങ്ങൾ പ്രതിപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. ഇത്രയും കാലഘട്ടങ്ങൾ പരിഗണിക്കും. ഇപ്പോൾ 10 വർഷത്തെ കാലയളവുണ്ടല്ലോ. അപ്പോൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്യാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടോ എന്നുള്ളതിൽ ഒരിതുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സൈബർ ക്യാമ്പയിനുകൾ വളരെ ശക്തമായി ഇവർ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നത്. ആ ഘട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഭരണ തുടർച്ചയുടെ ഒരു തണുപ്പിൽ ഈ രീതിയിൽ പരിശോധിക്കേണ്ടതുണ്ടോ, അത് ആളുകൾ കാണുകയല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തണുപ്പം മട്ടുണ്ടായിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു MV നികേഷ് കുമാർ ഈ സംവിധാനത്തിലേക്ക് ഔദ്യോഗികമായി കടന്നു വരികയും ഇതിനൊരു ഓർഗനൈസ്ഡ് രൂപം കൊടുക്കുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ
അതിൻ്റെ ഭാഗമായി ഈ പറയുന്ന പോലെ റിസൾട്ട് നമുക്ക് കൃത്യമായും ഈ ഓൺലൈനിൽ കാണാവുന്നതാണ്. ഒരു ഇളക്കം, ഒരു വേവ് എന്തായാലും സൈബർ ഇടത്തിൽ അടിച്ചിട്ടുണ്ട്. അതിലാണ് ആ വെബ്സൈറ്റ് വന്നിരിക്കുന്നത്, അതിലാണ് റീലുകൾ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് തുടർച്ചയായി റീലുകൾ ഇട്ട് തുടങ്ങിയിരിക്കുന്നു, മന്ത്രിമാർ റീലുകൾ ഇട്ട് തുടങ്ങിയിരിക്കുന്നു. അവർ എന്താണ് സഭയിൽ പറഞ്ഞിരിക്കുന്നത്, അവരെന്താണ് പുറത്ത് പറഞ്ഞിരിക്കുന്നത്, വികസന സദസ്സുകളിൽ എന്തു പറയുന്നു, ചില വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങൾ എങ്ങനെ പൊളിക്കുന്നു എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഈ ഓർഗനൈസ്ഡ് സംവിധാനത്തിൽ നിന്നുണ്ടാകുന്ന റിസൾട്ടാണ് ഇതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേവലം ചില പത്രവാർത്തകളോ പത്രപരസ്യങ്ങൾക്കോ അപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായുമുണ്ട്. പിന്നെ സനീഷ് പറഞ്ഞതുപോലെ കനുകോലു എന്ന് അങ്ങോട്ടും MV നികേഷ് കുമാർ എന്ന് ഇങ്ങോട്ടും പറയുമ്പോൾ ഇവരെ സമം ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഇവരെ സമം ചേർക്കാൻ പറ്റില്ല. ഒന്നിൽ പണം വെച്ച് അളക്കുമ്പോൾ നികേഷ് കുമാർ മുകളിലാണ്. അതെ, അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഒന്ന്, ഈ സോഷ്യൽ മീഡിയയിലെ എല്ലാ പരിപാടികളും കാശിൻ്റെ മുകളിലുള്ള പരിപാടിയാണ്. ഇപ്പം ലുലു മാളിൽ കച്ചവടം നടത്താൻ ഗോപാലേട്ടന് പറ്റില്ല. ഗോപാലേട്ടന് പറ്റണമെങ്കിൽ ഗോപാലേട്ടൻ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ആദ്യം തന്നെ കാണണം. പിന്നെ ലുലു മാളിൽ അല്ല ഗോപാലല്ല, ഏത് ഗോപാലേട്ടനും ചായക്കട നടന്നൊരു ഗോപാലേട്ടൻ ഏതെങ്കിലും അല്ല രാഘവട്ടൻ അങ്ങനെ വിചാരിച്ചു. ഞാൻ പറഞ്ഞത് അത് അവിടെ ചെന്ന് ലുലു മാളിലെ നിയമങ്ങൾ ലുലു മാളിലാണ് തീരുമാനിക്കുക. മാളിനകത്ത്, ലുലു മാളെന്നല്ല, മാളിനകത്ത് ഒരു കച്ചവടം നടത്താനായിട്ട് ആ കച്ചവടക്കാർ ആദ്യം തന്നെ പണം കൊടുക്കണം, എന്നിട്ടേ അവിടെ പോയിട്ട് അവരുടെ ഇതിടാൻ പറ്റും. അപ്പോൾ എന്ന് ഞാൻ ഫേസ്ബുക്കിൻ്റെയും ട്വിറ്ററിൻ്റെയൊക്കെ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരാണ്. അതിനകത്തേക്ക് പണം ചെന്ന് മറിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. ഇപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും മറ്റും BJPയുടെ കണ്ടൻറ്റ് ധാരാളമായിട്ട് നമ്മുടെ ഫോണിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യാത്ത ആളുകളുടെ പോലും കണ്ടൻറ്റുകൾ ഇങ്ങനെ വരുമായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇലക്ഷൻ സമയത്ത് ഇതിനകത്ത് എന്തോ ഒരു കാര്യം നടക്കുന്നല്ലോ എന്ന് തോന്നുന്ന വിധത്തിൽ ഈ ഹിന്ദുത്വ കണ്ടൻറ്റുകളാണെങ്കിലും BJP കണ്ടൻറ്റുകളാണ് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ആ നിലക്ക് പൈസ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം ഈ സമയത്ത് BJP അത്രമാത്രം സോഷ്യൽ മീഡിയയിലേക്ക് ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ പണം ഇറക്കിയിട്ടുള്ള കളികളിൽ ആത്യന്തികമായിട്ട് ഈ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും കേരളത്തിൽ ഇപ്പോൾ സാഹചര്യത്തിൽ വല്ലാത്ത തോതിൽ BJPയോടൊപ്പം എത്താൻ പറ്റുന്നതല്ല. പക്ഷേ BJP പണമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്തവണ സോഷ്യൽ മീഡിയയിലേക്ക് വല്ലാതെ ശ്രദ്ധിക്കുന്നില്ല? സോഷ്യൽ മീഡിയയ്ക്ക് പുറത്താണോ BJP കൂടുതലായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് എന്ന തരത്തിലുള്ള ആലോചനകളൊക്കെ വരുന്ന അത് നമുക്ക് വിശദമായിട്ട് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ആ നിലക്കുള്ള കാര്യങ്ങൾ കൂടെ ഉണ്ട് എന്ന് വേണം കാണാൻ. എന്നാൽ ഇപ്പുറത്തെ വശത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിൽ VD സതീശൻ്റെ ഒരു വാലിഡേഷൻ കൂടിയുണ്ട്. AKG സെന്ററിൽ നിന്ന് ഒരാൾ എനിക്കെതിരെ കാർഡ് ഇറക്കുന്നു എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. എന്തായാലും പുതിയ കാലത്ത് തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ടുള്ള പ്രചാരണങ്ങളെക്കാൾ ഒരുപടി മുകളിൽ സ്വാധീനം ചെലുത്തുന്നത് സൈബർ പോരാട്ടങ്ങളാണ്. നയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും എതിരാളികളുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിനുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സൈബർ സേനകൾ സജീവമാണ്. സുനിൽ കനുകോലു ഡിസൈൻ ചെയ്ത കടക്ക് പുറത്ത് ക്യാമ്പയിനുമായി കോൺഗ്രസ് സജ്ജരായി സൈബർ ലോകത്തുണ്ട്. UDFന്റെ ഭരണകാലം ഓർമ്മിപ്പിക്കാൻ ഇരുണ്ടകാലം ക്യാമ്പയിനുമായി CPIM-ഉം പോരടിക്കാൻ സജീവമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്നതിനിടെ CPIM-ലെ സൈബർ ടീമിനകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന പ്രചാരണം അവർക്കുണ്ടാകാവുന്ന ക്ഷീണം ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ കനുകോലുവിന്റെ PR വാർത്തകൾ മാത്രമാണെന്ന വിശദീകരണം CPIM സൈബർ ഹാൻഡിലുകൾ അവകാശപ്പെടുന്നത്. CPIM കനുകോലു തുറുപ്പുചീട്ടിറക്കി കോൺഗ്രസിനെ നേരിടുമ്പോൾ മറുപടി എന്നോണം AKG സെന്ററിൽ ഇരുന്ന് ഒരാൾ തനിക്കെതിരെ നിരന്തരം കാർഡിറക്കുന്നുവെന്ന് നികേഷിനെ ലക്ഷ്യമിട്ട് VD സതീശൻ ആവർത്തിച്ച് ആരോപണം ഉന്നയിച്ചതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കാം.